ഈ നിയമസഭാ പദ്ധതി നടപ്പാക്കുന്നതിൽ ഭിന്നാഭിപ്രായം. പദ്ധതിയിൽ നിന്ന് ഊരാലുങ്കൽ സൊസൈറ്റിയെ ഒഴിവാക്കണമെന്ന് സ്പീക്കർ എൻ ഷംസീർ ആവശ്യപ്പെട്ടു. എന്നാൽ അത് പറ്റില്ലെന്നും തീരുമാനം ഊരാലുങ്കലിന് നാണക്കേടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും നിലപാടെടുത്തു. ഇതോടെ ഈ നിയമസഭാ പദ്ധതി പൂർത്തിയാക്കാൻ ഊരാളുങ്കലിന് 3 മാസം കൂടി സമയം നീട്ടി നൽകി. ഈ നിയമസഭാ പദ്ധതി നടപ്പിലാക്കാൻ ഊരാളുങ്കൽ പരാജയപ്പെട്ടതോടെ സ്പീക്കർ നിയമസഭാ IT വകുപ്പിന്റെ സഹായം തേടി. പദ്ധതി നടപ്പാക്കുന്നതിനായി IT സെക്രട്ടറി അധ്യക്ഷനായി വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവും പുറത്തിറങ്ങി. 52 കോടി രൂപ ചെലവഴിക്കുന്ന ഈ നിയമസഭാ പദ്ധതിയുടെ കരാർ 8 തവണ ദീർഘിപ്പിച്ചു നൽകിയിട്ടും അടിസ്ഥാന കാര്യങ്ങൾ പോലും പൂർത്തീകരിക്കാൻ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ടതിൻ പ്രകാരമാണ് സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. സ്പീക്കറുടെ ഓഫീസിൽ നിന്നുള്ള 18/10/23 5976/OS/A/23 നമ്പർ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമിതിയെ നിയോഗിച്ചത്. IT സെക്രട്ടറി, IKM ഡെപ്യൂട്ടി ഡയറക്ടർ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, IT മിഷൻ, NIC, CDSE എന്നിവയുടെ പ്രതിനിധികളാണ് സമിതിയിലുള്ളത്. ഈ നിയമസഭാ പദ്ധതിക്കായി നാളിതുവരെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 32 കോടിയിൽ പരം രൂപ നിയമസഭ നൽകിയിട്ടുണ്ട്. എന്നാൽ 2020 പൂർത്തിയാക്കേണ്ട പദ്ധതി 25% പോലും നാളിതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. 15 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട കരാർ കാലാവധി 7 തവണയായി 3 വർഷം കൂടി ദീർഘിപ്പിച്ചു നൽകിയിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. അവസാനമായി ദീർഘിപ്പിച്ചു നൽകിയ കരാർ കാലാവധി 2023 നവംബർ 30 അവസാനിച്ചു. ഊരാളുങ്കലിനെ കൊണ്ട് പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ ഷംസീർ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ടതോടെ വീണ്ടും കരാർ ദീർഘിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ നിയമസഭാ പദ്ധതിയുടെ മൊബിലൈസേഷൻ അഡ്വാൻസായി 13,59,56,354 രൂപയാണ് ഊരാളുങ്കലിന് കൈമാറിയത്. പദ്ധതിയുടെ അടങ്കൽ തുകയുടെ 25% വരുന്ന തുകയാണിത്. ഹാർഡ്വെയർ വാങ്ങുന്നതിനായി 11 കോടിയോളം രൂപ ചെലവഴിച്ചു. ഈ നിയമസഭാ പദ്ധതിക്കായി ഹാർഡ്വെയർ സാമഗ്രികൾ വാങ്ങി. എന്നാൽ 3 വർഷം കഴിഞ്ഞിട്ടും സോഫ്റ്റ്വെയർ രൂപീകരിക്കാത്തതിനാൽ ഹാർഡ്വെയർ ഉത്പന്നങ്ങളുടെ വാറണ്ടി പീരീഡ് അവസാനിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിനാൽ ഇങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിന് കരാറിൽ യാതൊരു വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടില്ല. നഷ്ടപരിഹാരം ഈടാക്കാൻ വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഊരാളുങ്കലിനെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയില്ല. നിയമസഭാ ചോദ്യോത്തരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി NIC വികസിപ്പിച്ച LAIS എന്ന സോഫ്റ്റ്വെയർ വളരെ കാര്യക്ഷമത ഉള്ളതായിരുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് നിയമസഭ ഈ പദ്ധതി പൂർത്തീകരിച്ചത്. മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഈ സംവിധാനത്തെ ഈ നിയമസഭാ പദ്ധതി വന്നപ്പോൾ ഒഴിവാക്കി. പകരം ഊരാളുങ്കൽ വികസിപ്പിച്ചെടുത്ത സംവിധാനം മുൻപ് ഉണ്ടായിരുന്നതിന്റെ പകുതി പോലും കാര്യക്ഷമത ഉള്ളതല്ല എന്നതിനാൽ ചോദ്യോത്തര നടപടികൾ കൈകാര്യം ചെയ്യുന്നത് വളരെയധികം പരിമിതികൾ നേരിടുകയാണ്. സർക്കാർ സഭയിൽ നൽകുന്ന ഉറപ്പുകൾ നടപ്പാക്കുന്നതിനായിട്ടുള്ള അഷുറൻസ് ഇംപ്ലിമെന്റേഷൻ ഡെസ്ക് എന്ന സോഫ്റ്റ്വെയർ NIC രൂപീകരിച്ചതാണ്. എന്നാൽ ഇതിന്റെ കാലാവധി ഈ വർഷം അവസാനിക്കുമെന്നിരിക്കെ പകരം സംവിധാനം വികസിപ്പിക്കുവാൻ ഊരാളുങ്കലിന് സാധിച്ചിട്ടില്ല. നിയമസഭാ പ്രവർത്തനവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയമനിർമ്മാണം, കമ്മിറ്റികളുടെ പ്രവർത്തനം തുടങ്ങിയവയിൽ സോഫ്റ്റ്വെയർ രൂപീകരണവും ഇഴയുകയാണ്. നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ പൊതുവായ ഭരണ നടപടികൾക്കായുള്ള HR മാനേജ്മെന്റ് സംവിധാനവും തയ്യാറായിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ തയ്യാറാക്കിയ പോർട്ടൽ പൂർണ്ണമായും പരാജയപ്പെട്ടതിനെ തുടർന്ന് സർക്കാർ സംവിധാനമായ സ്കോറിനെ ആശ്രയിച്ചിരിക്കുകയാണ്. നിയമസഭ ഇൻകം ടാക്സ് സംബന്ധിച്ച് തയ്യാറാക്കിയ മോഡ്യൂളും വിജയിച്ചില്ല. ഈ നിയമസഭാ പദ്ധതിയുടെ സോഫ്റ്റ്വെയർ രൂപീകരണത്തിൽ ഊരാളുങ്കൽ തയ്യാറാക്കി പ്രൊഡക്ഷൻ സ്റ്റേജിൽ എത്തിച്ചതായി അവകാശപ്പെടുന്ന മോഡ്യൂളുകളിൽ കൂടുതലും പ്രവർത്തനക്ഷമവുമല്ല. എക്സ്പെർട്ട് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, ടെക്നിക്കൽ കമ്മിറ്റി, ടെക്നിക്കൽ വെരിഫിക്കേഷൻ കമ്മിറ്റി, ഉന്നതതല സമിതി, ചേഞ്ച് മാനേജിംഗ് കമ്മിറ്റി എന്നിങ്ങനെ വിവിധ സമിതികളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്തിട്ടും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സോഫ്റ്റ്വെയർ രൂപീകരണത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഈ മേഖലയിൽ വേണ്ടത്ര മുൻപരിചയമില്ലാത്ത സ്ഥാപനത്തെ കരാർ ഏൽപ്പിച്ചതിനാൽ പദ്ധതി തന്നെ പരാജയപ്പെടുകയും കോടിക്കണക്കിന് രൂപ നഷ്ടമാവുകയും ചെയ്യുന്ന ഗുരുതര സാഹചര്യമാണ് നിയമസഭ നേരിടുന്നത്. നേരത്തെ വിവിധ പദ്ധതികൾക്ക് സമാന പരാതികൾ ലഭിച്ചിരുന്നുവെങ്കിലും ഊരാളുങ്കലിന് തന്നെ വീണ്ടും പദ്ധതികൾ ഏൽപ്പിക്കുന്നതായാണ് കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.